കഴിക്കാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. ശ്രീദേവി, എന്തൊരു ശബ്ദം കേട്ടത്? അത് ആട് കരഞ്ഞതാണ് സനു താത്ത. പാത്രങ്ങൾ വീഴുന്ന ശബ്ദത്തിലാണ് ഇപ്പൊ ആട് കരയണത്. ചെറുനേരത്ത് അത് അങ്ങനെയാ. ജലീലൊക്കെ തോട്ടത്തിൽ പോയോ സനു താത്ത? മൂപ്പര് പൊറോട്ടയും മട്ടൻ ചാപ്സും കഴിച്ച് ഇപ്പൊ അങ്ങടെ ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ജലീലൊക്കെ ഉച്ചക്കേ വരുള്ളൂ കോഴി ബിരിയാണി തിന്നാൻ. അല്ലോ, ബിരിയാണി ചെമ്പ് കരിഞ്ഞു എന്തോ. ഓ, ബാലേട്ടൻ വായിക്കുന്ന ബുക്കുകൾ വല്ലതും ഉണ്ടോ ചേച്ചി? അവിടെ ബോറടിച്ചിട്ട് വയ്യ. ബാലേട്ടൻ അതൊക്കെ വല്ലവരോടും കടം വാങ്ങിച്ചു കൊണ്ടുവരുന്നല്ലേ. വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു കൊണ്ടുപോകും. ഓ, ഷമ്മിയുടെ വീട്ടിലെ TV ഉണ്ടല്ലോ, എന്ത് രസമുള്ള പരിപാടികൾ ഉണ്ടാവും അതില്. TV ആണോ ഉമ്മ സമ്മതിക്കില്ല. അതെന്താ? TV കണ്ട പെൺകുട്ടിയോട് ചീത്തയായി പോത്രേ. ഓ, ഭാഗ്യായി ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ലാത്തത്. നിന്റെ കല്യാണാലോചന എവിടം വരെയായി ഷംനെ? അത് ചേച്ചി, അവരുടെ വീട്ടുകാരും മാരുതിക്കാര് ചോദിച്ചു. മോട്ടോർ സൈക്കിളെ വാങ്ങിച്ചു കൊടുക്കൂന്ന് വാപ്പ. 3 നേരം ഇറച്ചി വാങ്ങി തിന്നുന്ന കാശ് മിച്ചം വെച്ചാ മാരുതി വാങ്ങിച്ചു കൊടുക്കാലോ. കറി വെക്കുന്ന മൺചട്ടി ഉണ്ടെങ്കിൽ ഒരെണ്ണം തരണേ ഷംനെ. അപ്പൊ നേരത്തെ കേട്ടത് ചട്ടിപൊട്ടിയ ശബ്ദമായിരുന്നു.